ഇക്വേഷൻസ് ഓഫ് മോഷൻ ഇതിനെ വേറെ എന്താ പേരിൽ അറിയപ്പെടുന്നതെന്ന് അറിയാം? കൈനമാറ്റിക് ഇക്വേഷൻസ്. എന്താ കൈനമാറ്റിക് ഇക്വേഷൻസ്? കൈനമാറ്റിക് ഇക്വേഷൻസ്. ഓക്കെ, കൈനമാറ്റിക് ഇക്വേഷൻസിൽ ഒന്നാമത്തെ ഇക്വേഷൻ ഏതാ? V = u + at. V = u + at യിൽ അതിനെ അറിയപ്പെടുന്ന വെലോസിറ്റി ടൈം റിലേഷൻ ആണ്. v² - u² = 2as എന്ന് പറഞ്ഞാൽ എന്താണ് അറിയപ്പെടുന്നത്? വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് റിലേഷൻ. s = ut + half at² എന്നാണ് അറിയപ്പെടുന്നത് പൊസിഷൻ ടൈം റിലേഷൻ. അതിന്റെ അകത്ത് എല്ലാവരും പറഞ്ഞ v എന്താ? u എന്താ? s എന്താ? ഡിസ്പ്ലേസ്മെന്റ്. t ടൈം, a ആക്സലറേഷൻ. സോ ഒന്നുകൂടെ പറയാം, v = u + at. ഇവിടെ v എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റി, u എന്ന് പറയുന്നത് ഇനിഷ്യൽ വെലോസിറ്റി, a എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ, t എന്ന് പറഞ്ഞാൽ ടൈം. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വെലോസിറ്റി ടൈം റിലേഷൻ. വെലോസിറ്റി ടൈം റിലേഷൻ. v² - u² = 2as. v എന്താ? ഫൈനൽ വെലോസിറ്റി. u എന്താ? ഇനിഷ്യൽ വെലോസിറ്റി. a എന്താ? ആക്സലറേഷൻ. s എന്താ? ഡിസ്പ്ലേസ്മെന്റ്. സോ വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് റിലേഷൻ ആണ് v² - u² = 2as നെ അറിയപ്പെടുന്നത്. അടുത്തത് s = ut + half at². അതിനെ അറിയപ്പെടുന്നത് പൊസിഷൻ ടൈം റിലേഷൻ. പൊസിഷൻ ടൈം റിലേഷൻ. s = ut + half at². അവിടെ s എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ്, u എന്ന് പറയുന്നത് ഇനിഷ്യൽ വെലോസിറ്റി, t എന്ന് പറയുന്നത് ടൈം, a എന്ന് പറയുന്നത് ആക്സലറേഷൻ, ടൈം t. ഓക്കെ, ഇനി ഇതിനെ ബേസ് ചെയ്തിട്ട് കുറെ പ്രോബ്ലംസ് വരും പരീക്ഷയ്ക്ക്. ഇതിനെ ബേസ് ചെയ്തിട്ട് പ്രോബ്ലംസ് ആണ് കൂടുതലായിട്ട് ചോദിക്കുക. അപ്പൊ അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കാം. v = u + at. v² - u² = 2as. s = ut + half at². ut + half at². ut + body thrown upwards. Body thrown upward. Body is thrown upward. upward ആണെങ്കിൽ ഒരു വസ്തു നമ്മൾ മുകളിലേക്ക് എറിഞ്ഞാൽ, ഒരു വസ്തുവിനെ നമ്മൾ മുകളിലേക്ക് എറിഞ്ഞാൽ ഇനിഷ്യൽ വെലോസിറ്റി ഉണ്ടോ? yes or no? yes. ഇനിഷ്യൽ വെലോസിറ്റി നമുക്ക് ഉണ്ട്. u = some value is there. എന്തെങ്കിലും ഒരു വാല്യൂ u ഉണ്ട്. u ഒരു വാല്യൂ ഉണ്ട് അല്ലേ? ഉറപ്പായിട്ടും. അല്ലെങ്കിൽ നമുക്ക് ഒരു വസ്തുവിനെ അറിയാൻ പറ്റുമോ? ഇല്ല. അപ്പോ u is there. u ഉണ്ട്. ചിന്തിച്ചിട്ട് പറയാൻ പറ്റുമോ v ഉണ്ടോ? ഒരു വസ്തുവിനെ ഏറ്റവും മണ്ടയിലേക്ക് എറിഞ്ഞു, ഏറ്റവും മണ്ടയിലെത്തുമ്പോൾ ഫൈനൽ വെലോസിറ്റി ഉണ്ടോ? ഫൈനൽ വെലോസിറ്റി ഇല്ല. എന്താവും? ഫൈനൽ വെലോസിറ്റി 0. കാരണം എന്താണെന്ന് വെച്ചാൽ എന്താ? ഒരു വസ്തുവിനെ എറിഞ്ഞിട്ട് ഏറ്റവും മണ്ടയിലെത്തുമ്പോൾ കുറച്ച് നേരത്തേക്ക് അത് എന്ത് ചെയ്യും? കുറച്ച് നേരം നിന്നിട്ടാണ് താഴത്തോട്ട് വരുന്നത്. മൊമെന്ററിലി അത് റെസ്റ്റിലേക്ക് പോകും. എങ്കിലല്ലേ തിരിച്ചു വരാൻ പറ്റത്തുള്ളൂ. ആരെക്കാരണമാണ് ഈ മേളിലേക്ക് എറിയുന്ന ബോഡി നിൽക്കുന്നത്? ആലോചിച്ചിട്ടുള്ളത് ഗ്രാവിറ്റേഷൻ. ആരെക്കാരണോ? ഗ്രാവിറ്റേഷൻ. ഗ്രാവിറ്റേഷണൽ പുള്ളുണ്ട് ഒരു ബോഡിയിൽ. നമ്മൾ എന്തിലേക്ക്? എയറിലേക്ക്, മുകളിലേക്ക് എറിഞ്ഞാൽ കുറെ ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ട്. ഒരെണ്ണമാണ് ഗ്രാവിറ്റേഷൻ, ഒരെണ്ണമാണ് എയർ റെസിസ്റ്റൻസ്. എയർ എന്ത് ചെയ്യും? അതിനെ പിടിച്ച് താഴത്തേക്ക് തള്ളും. മുകളിലോട്ട് എറിഞ്ഞ എയർ എന്ത് ചെയ്യും? ഒരു ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ കൊടുക്കില്ലേ? താഴത്തേക്ക് കൊടുക്കും. പിന്നെയോ ഗ്രാവിറ്റേഷൻ പിടിച്ച് എങ്ങോട്ടും വലിക്കും? താഴത്തോട്ടും വലിക്കും. സോ ഈ മുകളിലേക്ക് എറിയുന്ന ബോഡി മൊമെന്ററിലി ഒരു പോയിന്റ് എത്തുമ്പോൾ എന്ത് ചെയ്യും? റെസ്റ്റിലാവും. അപ്പോൾ ഫൈനൽ വെലോസിറ്റി എന്താ? 0. ഫൈനൽ വെലോസിറ്റി എന്താ? 0. ഇവിടെയുള്ള ആക്സലറേഷൻ എന്ന് പറയുന്നത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. ഇവിടെയുള്ള ആക്സലറേഷൻ എന്ന് പറയുന്നത് ആരാ? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. എന്താ ഈ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് അറിയാമോ? അത് നമ്മൾ ഗ്രാവിറ്റേഷൻ ചാപ്റ്ററിൽ പഠിക്കും. എല്ലാ ബോഡിയും എന്ത് ചെയ്യുമ്പോൾ ഒന്നല്ലെങ്കിൽ മേളിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ താഴത്തേക്ക് വരുമ്പോൾ അതിന് കിട്ടുന്ന ആക്സലറേഷൻ ആണെന്ന് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഗ്രാവിറ്റി കാരണം ഉണ്ടാകുന്ന ആക്സലറേഷൻ. അതിന്റെ വാല്യൂ നമ്മൾ കാണാൻ പഠിക്കണം. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് പ്രത്യേക സിംബൽ കൊണ്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. പ്രത്യേക ലെറ്റർ കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ജി. എന്താ? സ്മോൾ ലെറ്റർ ജി. സ്മോൾ ലെറ്റർ ജി എന്ന് പറയുന്നത് 9.8 m/s². അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഓരോ സെക്കൻഡും നോക്കുകയാണെങ്കിൽ ഈ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കാരണമായിട്ട് ഓരോ സെക്കൻഡും നോക്കുകയാണെങ്കിൽ ഒരു ബോഡിയുടെ വെലോസിറ്റി മണ്ടയിലേക്കാണ് പോകുന്നതെങ്കിൽ വെലോസിറ്റി എന്തിലേക്ക് വരും?
9.8 കുറഞ്ഞു വരും. മീറ്റർ പെർ സെക്കൻഡ് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? കുറഞ്ഞുകൊണ്ടിരിക്കും. മണ്ടയിലേക്കാണ് വരുന്നതെങ്കിൽ. താഴത്തോട്ടാണ് ഒരു ബോഡി വരുന്നതെങ്കിലോ ഒരു സെക്കൻഡിൽ എത്ര കൂടിക്കൊണ്ടിരിക്കും? 9.8 മീറ്റർ പെർ സെക്കൻഡ് ഓരോ സെക്കൻഡിലും എന്ത് ചെയ്യും? കൂടിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ സാധാരണ ഉള്ള ഒരു സിംഗിൾ സ്റ്റോറിയുടെ ബിൽഡിംഗ് ഒരു നിലയിൽ നിന്നും ജസ്റ്റ് ഒരാൾ എടുത്ത് ചാടുമ്പോഴാണോ അയാൾക്ക് കൂടുതൽ വിഷയം സംഭവിക്കുക, അല്ലെങ്കിൽ പ്രോബ്ലംസ് സംഭവിക്കാതോ 3 നിലയുള്ള കെട്ടിടത്തിൽ നിന്ന് ചാടുമ്പോഴാണോ? 3 നില. കാരണം എന്താണെന്ന് വെച്ചാൽ 3 നിലയിൽ നിന്ന് ചാടുമ്പോൾ അവിടെ കുറേ ഫാക്ടേഴ്സ് വരുന്നുണ്ട്. അതിലൊരു ഫാക്ടറാണ് എന്ത്? കൂടുതൽ സമയം അയാൾ എവിടെ നിൽക്കേണ്ടി വരും? എയറിൽ നിൽക്കേണ്ടി വരും. കൂടുതൽ സമയം നിൽക്കുന്തോറും ഓരോ സെക്കൻഡിലും അയാളുടെ വെലോസിറ്റി എത്ര വീതം കൂടിക്കൊണ്ടിരിക്കുക? 9.8 മീറ്റർ പെർ സെക്കൻഡ് കൂടിക്കൊണ്ടിരിക്കുക. മനസ്സിലായോ? അതുപോലെ തന്നെ നമ്മളൊരു വസ്തുവിനെ മുകളിലേക്ക് എറിഞ്ഞാൽ ഓരോ സെക്കൻഡിലും അതിന്റെ വെലോസിറ്റി എത്ര വീതം കുറഞ്ഞുകൊണ്ടിരിക്കുക? 9.8 മീറ്റർ പെർ സെക്കൻഡ് കുറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു കൺസെപ്റ്റ് ഞാൻ ചോദിച്ചോട്ടെ, മുകളിലേക്ക് പോകുമ്പോൾ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അതിന്റെ വെലോസിറ്റി കുറയ്ക്കുകയാണോ കൂട്ടുകയാണോ? കുറയ്ക്കുക. എത്ര വീതം? ഓരോ സെക്കൻഡിലും എത്ര വീതം? 9.8 കുറച്ചുകൊണ്ടിരിക്കുക. ഒരു വസ്തുവിനെ താഴത്തേക്ക് ഡ്രോപ്പ് ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്? വെലോസിറ്റി എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? കൂടിക്കൊണ്ടിരിക്കുക. എത്ര വീതം? ഓരോ സെക്കൻഡിലും 9.8 വീതം. ഓരോ സെക്കൻഡിലും 9.8. സോ ഞാനിവിടെ ചോദിക്കുന്ന ആക്സലറേഷൻ സംഭവിക്കുന്നത് ഈ ജി ഉള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഈ ആക്സലറേഷൻ ഈക്വൽ ടു എന്താ? ജി ആണ്. അവിടെ നമ്മൾ പഠിക്കേണ്ട അടുത്ത കൺസെപ്റ്റ്, ഈ ജി എന്ന് പറയുന്നത് വെലോസിറ്റി കൂട്ടുകയാണോ കുറയ്ക്കുകയാണോ? വെലോസിറ്റി കൂട്ടുകയാണോ കുറയ്ക്കുകയാണോ? പിന്നെ മുകളിലേക്ക് എറിയുന്ന ഒരു ബോഡിയുടെ വെലോസിറ്റി ഈ ജി കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നത്? കുറയ്ക്കുന്നു. സോ നമുക്ക് ആക്സലറേഷൻ -c എന്ന് പറയുന്നതിന് കുറ്റമുണ്ടോ? -c എന്താ ഉദ്ദേശിക്കുന്നത്? റിട്ടാർഡേഷൻ ആണ്. എന്താ? അവിടെ റിട്ടാർഡേഷൻ ആണ് സംഭവിക്കുന്നത്. വെലോസിറ്റി കൂടി വരുവാണോ വെലോസിറ്റി കുറഞ്ഞു വരുമോ? ഒരു ബോഡിനെ മുകളിലേക്ക് എറിഞ്ഞാൽ എന്തുവരും? കുറഞ്ഞു വരും. അടുത്ത ഒരു കൺസെപ്റ്റ് ചോദിച്ചോട്ടെ, നമുക്ക് മുകളിലേക്ക് അല്ലെങ്കിൽ താഴത്തേക്ക് ഒരു ബോളിനെ ഡ്രോപ്പ് ചെയ്യുമ്പോഴുള്ള ആ കേസിൽ ആക്സലറേഷൻ ആരാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഗ്രാവിറ്റി. ആ ഗ്രാവിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ആക്സലറേഷന്റെ പേര് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അതിന്റെ വാല്യൂ 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അതിന്റെ അർത്ഥം ഒരു സെക്കൻഡിൽ 9.8 എന്ത് ചെയ്യുന്നു? ഒരു ബോഡിനെ ഡ്രോപ്പ് ചെയ്താൽ ഒരു സെക്കൻഡിൽ 9.8 എന്ത് ചെയ്യുന്നു? അതിന്റെ വെലോസിറ്റി കൂടി വരുന്നു. മേളിലേക്കാണ് എറിയുന്നതെങ്കിൽ ഒരു സെക്കൻഡിൽ 9.8 കുറഞ്ഞു വരുന്നു. അപ്പോൾ മേളിലേക്ക് എറിഞ്ഞുകൊണ്ടാണ് നമ്മൾ എന്തെടുത്തത്? -c. എന്താണ് മൈനസ് സൂചിപ്പിക്കുന്നത്? ഓരോ സെക്കൻഡിലും അതിന്റെ വെലോസിറ്റിനെ കുറയ്ക്കുന്ന റിട്ടാർഡേഷൻ ആണ് ഇവിടെ ഉള്ളത്. മനസ്സിലായോ? സോ ഈ ഒരു കേസിൽ v ഉണ്ട്. ആ vക്ക് ഒരു വാല്യൂ വേണം. ആക്സലറേഷൻ -c ആയിരിക്കും. ആക്സലറേഷൻ എന്തായിരിക്കും? -c. ഫൈനൽ വെലോസിറ്റി എന്തായിരിക്കും? 0. ഫൈനൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ മൊമെന്ററിലി ആ സാധനം പോയി ഏറ്റവും ടോപ്മോസ്റ്റ് പൊസിഷനിൽ എന്തായിരിക്കും? റെസ്റ്റ്. മൊമെന്ററിലി ഏറ്റവും ടോപ്മോസ്റ്റ് പൊസിഷനിൽ എന്തിലേക്ക് എത്തും? റെസ്റ്റിലേക്ക് എത്തും. മനസ്സിലായോ? പിടികിട്ടിയോ? ഓക്കെ. അപ്പോൾ നമുക്ക് എന്തൊക്കെയായി? u ആയി, a ആയി, v ആയി. ഇനി നമുക്ക് എസ് ഡിസ്പ്ലേസ്മെന്റ് അല്ലേ? ഇത് പോയ ഹൈറ്റിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? എച്ച് എന്ന് വിളിക്കാം. ഇത് പോയ ഡിസ്പ്ലേസ്മെന്റിനെ എച്ച് എന്ന് വിളിച്ചാൽ ഇനി നമുക്ക് ആ ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്ത് ചെയ്യാം? ഒന്ന് മാറ്റി എഴുതാം. അതായത് ഏത് ബോഡിക്ക് വേണ്ടി? മേളിലേക്ക് എറിയുന്ന ഒരു ബോഡിക്ക് വേണ്ടി നമ്മൾ പഠിച്ച ഇക്വേഷൻസ് ഓഫ് മോഷനെ മൊത്തം എന്ത് ചെയ്യാൻ പോവാ? മാറ്റി എഴുതാൻ പോവുകയാണ്. നോക്കിക്കോളാം. First equation of motion, v is equal to u plus at. v final velocity ഉണ്ടോ? ഇല്ല. So 0. u is there. a എന്തായി? -gt. ഒന്നുകൂടെ പറഞ്ഞുതരാം. v 0, u is there. എന്താണ്? u is there. There is some value for u. അത് നമ്മൾ ഇവിടെ എഴുതി. a ക്ക് പകരം നമ്മൾ എന്ത് കൊടുത്തു? -c. And t is there. ഒരു h ഹൈറ്റ് ഇതിൽ പോകണമെങ്കിൽ ഒരു t സമയം മസ്റ്റ് ആയിട്ടും വേണം. സോ u എന്താണ്? v is equal to u plus at എന്നുള്ള ഇക്വേഷൻ എന്തായി? 0 is equal to u minus gt. u is equal to 0 minus gt. അടുത്ത സ്റ്റെപ്പിൽ നമുക്കിതിനെ എങ്ങനെ കൊണ്ടുവരാം എന്ന് പറഞ്ഞാൽ
മൈനസ് ഡി ടി ഇങ്ങോട്ട് വന്നാൽ എന്ത് വരും? പ്ലസ് ഡി ടി. സോ ദ ആൻസർ വിൽ ബി യു ഈസ് ഈക്വൽ ടു ജി ടി. അതായത് പോസിറ്റീവ് ആവും. മൈനസ് ഡി ടി എന്താവും? പോസിറ്റീവ് ആവും. സോ ദ ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ ഫോർ എ ബോഡി ത്രോൺ അപ്വാർഡ്സ്, ഒരു ബോഡിനെ മുകളിലേക്ക് എറിഞ്ഞാൽ അതിന്റെ ഇക്വേഷൻ ഓഫ് മോഷൻ എന്തായി മാറും? യു ഈസ് ഈക്വൽ ടു ജി ടി. യു ഈക്വൽ ടു ജി ടി. സെക്കൻഡ് ഒന്ന് നമുക്ക് പരിശോധിക്കാം. വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഈസ് ഈക്വൽ ടു 2as. അതെങ്ങനെ വരുന്നത് നമുക്ക് നോക്കാം. വി ഉണ്ടോ? ഈസ് ദർ വി? വി ഇല്ല, 0. സോ 0 സ്ക്വയർ മൈനസ് യു ഉണ്ടോ? യു ഉണ്ട്. എത്ര? നമുക്ക് അതിന്റെ വാല്യൂ അറിയില്ല ഇപ്പോൾ. ജസ്റ്റ് നമ്മൾ യു തന്നെ എഴുതും. സോ യു സ്ക്വയർ ഈക്വൽ ടു 2 ഈസ് എ കോൺസ്റ്റന്റ്. വാട്ട് ഈസ് എ? എ ഈ കേസിൽ എത്രയാ? മൈനസ് ഡി. സോ മൈനസ് ഡി ഇൻറ്റു എസ്. ഡിസ്പ്ലേസ്മെന്റ് ഈ കേസിൽ എത്രയാ പോയത്? ഹൈറ്റ് എച്ച്. എത്രയാ? ഹൈറ്റ്. സോ നമുക്ക് കിട്ടിയ ആൻസർ മൈനസ് യു സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് 2gh. മൈനസും മൈനസും വെട്ടിപ്പോകും. സോ യു സ്ക്വയർ ഇസ് ഈക്വൽ ടു വാട്ട്? 2gh. യു സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൗ മച്ച്? 2gh. ഇനി അടുത്ത ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഇക്വേഷൻ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഇക്വേഷൻ ഫോർ എ ബോഡി ത്രോൺ അപ്വാർഡ്സ് ഏതാണ്? ഇനി നമ്മൾ v is equal to u plus at പറഞ്ഞു. v square minus u square is equal to 2as പറഞ്ഞു. ലാസ്റ്റ് ഏതാ? s is equal to ut plus half at square. ഇവിടെ ശ്രദ്ധിച്ചോണം. s എത്രയാ? h. s എത്രയാ? h. u is there. so u. t is there. ആ ഒരു മോഷൻ നടക്കാനായിട്ട് നമുക്കൊരു സ്പെസിഫിക് ടൈം ഇന്റർവൽ ആണ്. അത് t plus half is there is a constant a. ഈ കേസിൽ എത്രയാ? മൈനസ് സി. മൈനസ് സി എന്താണെന്നുള്ള ഓർക്കുന്നുണ്ടല്ലോ? റിട്ടാർഡേഷൻ. എന്താ അവിടെ? വെലോസിറ്റിനെ കൂട്ടുമല്ല, കുറയ്ക്കുക ചെയ്യുന്നത്. അപ്പൊ ആ കുറയ്ക്കുന്നു എന്ന് കാണിക്കാൻ നമുക്ക് മൈനസ് വേണം. സോ മൈനസ് ജി. ടി സ്ക്വയർ is there. സോ നമുക്ക് അടുത്ത ഇക്വേഷൻ കിട്ടിയത് എന്താണ്? h is equal to ut minus half gt square. s is equal to ut plus half at square എന്തായി? h is equal to ut minus half at square. ദാ ഇവിടെ a അല്ല g. minus half gt square. a body dropped down. a body dropped down. അപ്പൊ ഈ ഡ്രോപ്പും ത്രോണും തമ്മിൽ വ്യത്യാസമുണ്ട്. ത്രോൺ എന്ന് പറഞ്ഞാൽ എന്തുണ്ട്? ത്രോൺ എന്ന് പറഞ്ഞാൽ എന്ത്? ഇനിഷ്യൽ വെലോസിറ്റി ഉണ്ട്. ത്രോൺ എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ വെലോസിറ്റി വേണം. ത്രോ എന്ന് പറഞ്ഞാൽ എന്താ? എറിയുക. പക്ഷെ ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക? ഇങ്ങനെ ഡ്രോപ്പ് ചെയ്യുക. ഡ്രോപ്പ് ചെയ്യുമ്പോൾ എന്ത് വേണ്ട? ഇനിഷ്യൽ വെലോസിറ്റി വേണ്ട. കാലിന്റെ ആക്ഷൻ കാരണം അത് വന്നോളും. ഗ്രാവിറ്റിയുടെ ആക്ഷൻ കാരണം താഴത്തോട്ട് വന്നോളും. അപ്പോൾ ഗ്രാവിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ആക്സലറേഷന്റെ പേര് നമ്മൾ ഓൾറെഡി പഠിച്ചു. എന്താ? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇവിടെ അത് വെലോസിറ്റിനെ ഇൻക്രീസ് ചെയ്യുമോ വെലോസിറ്റിനെ ഡിക്രീസ് ചെയ്യുമോ? ഈ കേസിൽ ത്രോൺ ഡൗൺവേർഡ്സ് ആകുമ്പോൾ വെലോസിറ്റിനെ ഇൻക്രീസ് ചെയ്യുമോ ഡിക്രീസ് ചെയ്യുമോ? ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഇൻക്രീസ്. സോ ഒരു ബോഡിനെ താഴത്തോട്ട് എറിയുമ്പോൾ വെലോസിറ്റിനെ എന്ത് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആയിരിക്കുമോ? പോസിറ്റീവ്. ഒരു ബോഡി ഇനിഷ്യലി അതിനെ നമുക്ക് ത്രോ ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഡ്രോപ്പ് ചെയ്താൽ മതി. അതുകൊണ്ട് തന്നെ ഇനിഷ്യൽ വെലോസിറ്റി ഈക്വൽ ടു 0. ഫൈനൽ വെലോസിറ്റി അതായത് ഭൂമിയുടെ സർഫസിൽ ജസ്റ്റ് ഇടിക്കുന്നതിന് മുമ്പ്, ഇടിച്ചു കഴിഞ്ഞാൽ വെലോസിറ്റി ഉണ്ടോ? ഇടിച്ചു കഴിഞ്ഞാൽ അത് റെസ്റ്റിലേക്ക് ആവും. ഇടിക്കുന്നതിന് തൊട്ട് മുമ്പ് എന്തുണ്ട്? വെലോസിറ്റി ഇസ് ദേർ. ആ വെലോസിറ്റി നമുക്ക് എന്തെന്ന് വിളിക്കാം? v, ഫൈനൽ വെലോസിറ്റി. u, ഇനിഷ്യൽ വെലോസിറ്റി 0. അത് ട്രാവൽ ചെയ്ത ഡിസ്പ്ലേസ്മെന്റിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? h, ഹൈറ്റ് h എന്ന് വിളിക്കാം. ഇവിടെ ആക്സലറേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അത് ആക്സലറേഷൻ എന്ന് പറയുന്നത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് തുല്യമാണ്. അത് ഇവിടെ പോസിറ്റീവ് ആയിരിക്കും. കാരണം വെലോസിറ്റി എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുക. സോ ആക്സലറേഷൻ ഇസ് ഈക്വൽ ടു പ്ലസ് g ഓർ ജസ്റ്റ് g. അപ്പോൾ ഇത്രയും സംഭവിച്ചത് ഒരു ടൈം ടി ഇല്ല. ഇത്രയും സംഭവിച്ചതില്ല ഒരു ടൈം ടി. നമുക്ക് ഇക്വേഷൻസ് എങ്ങനെ മാറി വരും എന്ന് കാണാം. ഫസ്റ്റ് ഇക്വേഷൻ v is equal to u plus at. അത് എങ്ങനെ വരുമെന്ന് നമുക്ക് നോക്കാം. v
ഉണ്ടോ? യെസ്. V is there. U is there? No U. So A is what? G. So first equation become V is equal to GT. V is equal to GT. Next equation, V square minus U square is equal to 2AS. V is there, so V square. U is not there, so minus 0 square equals 2 into G into, is there S? S on the H. So the answer will be V square is equal to 2GH. അതായത് ഇവിടെ ചെന്ന് ഇടിക്കുന്ന വെലോസിറ്റി എത്രയായിരിക്കും? 2GH. ഇരിക്കുന്ന വെലോസിറ്റി എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ എന്താ വേണ്ടത്? 2GH. അടുത്തത് S is equal to UT plus half AT square. U എത്ര? Is there any U? No, 0 into T plus half into A എത്ര? G into T square. S എത്ര? S H. So the answer is H equal to So answer is equal to H is equal to T plus T into 0 എത്ര വരും? 0. So ആ ടേമിന്റെ ആവശ്യമില്ല. T into 0 is 0. So answer is H equal to half G T square. H equal to half G T square. H is equal to എത്ര വരും? half G T square. Okay അല്ലേ? ഇനി അപ്പോ നമ്മൾ ഇവിടെ എന്തിനാണ് ഇത് നമ്മൾ ചെയ്തതെന്ന് മനസ്സിലാക്കാം. ഒരുപക്ഷെ ചോദിക്കുക ഫൈനൽ വെലോസിറ്റി എന്താണ്? ഫൈനൽ വെലോസിറ്റി എന്താണെന്ന് ചോദിച്ചാൽ, അതായത് ഇടിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള വെലോസിറ്റി എന്താണെന്ന് ചോദിച്ചാൽ ആൻസർ എന്താ? GT. ആൻസർ എന്താ? GT. അടുത്തത് V square minus U square is equal to 2AS. V square minus U square is equal to 2AS. അവിടെ ഒരുപക്ഷെ നമുക്ക് വീണ്ടും ഫൈനൽ വെലോസിറ്റി കണ്ടുപിടിക്കാം. എപ്പോൾ ഹൈറ്റ് ആണ് തരുന്നതെങ്കിൽ, ടൈം ആണ് തരുന്നതെങ്കിൽ നമുക്ക് V is equal to GT ഉപയോഗിച്ചിട്ട് ഫൈനൽ വെലോസിറ്റി യൂസ് ചെയ്യാം, കണ്ടുപിടിക്കാം. ഇനി ഹൈറ്റ് ആണ് തരുന്നതെങ്കിൽ ഫൈനൽ വെലോസിറ്റി കണ്ടുപിടിക്കാൻ ഏത് യൂസ് ചെയ്യാം? V square is equal to 2GH ഉപയോഗിക്കാം. ഇവിടെ S is equal to ഹൈറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ഉപയോഗിക്കാം? half GT square. ടൈം തന്നിട്ടുണ്ടെങ്കിൽ ഹൈറ്റ് കണ്ടുപിടിക്കാം. അപ്പോൾ ഈ ഇക്വേഷൻ മൂന്നെണ്ണവും നല്ലതുപോലെ പഠിക്കണം. വേറെ വേറെ മാറി മാറി വരും. ചിലപ്പോൾ ടൈം ആയിരിക്കും തരുന്നത്, ചിലപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കും തരുന്നത്, ചിലപ്പോൾ H വരും, പല കാര്യങ്ങൾ ചോദിക്കും. അപ്പോൾ ഇത് നമ്മളിപ്പോ ചെയ്തത് സാധാരണ ഉള്ള പ്രോപ്പർ കൈനമാറ്റിക് ഇക്വേഷൻസിനെ എന്തിലേക്ക് മാറ്റി? ബോഡി ഡ്രോപ്ഡ് ഡൗൺവാർഡ്സിലേക്ക് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ആക്സലറേഷൻ G എത്രയെന്നാണ് പറഞ്ഞത്? ആക്സലറേഷന്റെ വാല്യൂ 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അതിന്റെ അർത്ഥം ഓരോ സെക്കൻഡിലും അതിന്റെ വെലോസിറ്റി എത്ര കൂടി വരും? 9.8 മീറ്റർ പെർ സെക്കൻഡ് വീതം കൂടിക്കൂടി വരും. അപ്പോൾ ഇത്രയും വെലോസിറ്റി ഒരു സെക്കൻഡിൽ ഈ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആ ബോഡിക്ക് നൽകുന്നത് കൊണ്ട് തന്നെ ആദ്യം ഇനിഷ്യലി അതിന്റെ വെലോസിറ്റി 0 ആയിരുന്നെങ്കിലും പടിപടിയായിട്ട് ഓരോ സെക്കൻഡ് കഴിയുമ്പോൾ അതിന്റെ വെലോസിറ്റി എന്ത് ചെയ്തു വരും? കൂടി വന്ന് മാക്സിമം വെലോസിറ്റി എവിടെ എത്തും? താഴെ തൊട്ടിടിക്കുന്നതിന് തൊട്ട് മുമ്പ് മാക്സിമം വെലോസിറ്റിയിലേക്ക് എത്തും. എന്നിട്ട് അതൊരു എത്ര ഹൈറ്റ്? H ഹൈറ്റിലേക്ക് അത് സഞ്ചരിക്കും. എത്ര ടൈമില്? ടൈം T-യില്. സോ നമ്മൾക്ക് അറിയാവുന്ന പ്രോപ്പർ കൈനമാറ്റിക് ഇക്വേഷൻസിലേക്ക് കൊണ്ട് നമുക്കറിയാവുന്ന വാല്യൂസ് ഏതിന്റെ ബോഡി ഡ്രോപ്ഡ് ഡൗൺവാർഡ്സിലേക്ക് ഇട്ട് കൊടുത്തു. സോ ആൻസേഴ്സ് കിട്ടി. ഇതാണ് ഏത് ബോഡി ഡ്രോപ്ഡ് ഡൗൺവാർഡ്സിന്റെ ഏത് വരുന്നത്? ഇക്വേഷൻസ് വരുന്നത്. ഓക്കെ അല്ലേ? thrown upwards at a velocity 20 meter per second. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം thrown upwards ആണ്. thrown upwards ആണെങ്കിൽ കേസ് ഏതാ വരുന്നത്? നമ്മളിപ്പോ പഠിച്ച ഫസ്റ്റ് കേസ് U equal to എത്രയാ? U equal to എത്രയാ തന്നിട്ടുണ്ട്? 20. U എത്രയാ? 20. U is equal to 20. U is equal to 20. V is equal to എത്ര? 0. U is equal to 20 and V is equal to 0. അവര് ചോദിച്ചിരിക്കുന്ന ടൈം എത്രയാണ്? ടൈം എത്ര? V is equal to 0. കാരണം നമുക്കറിയാം ഏറ്റവും മണ്ടലെത്തുമ്പോൾ 0 ആവും. U ഉണ്ട് എത്രയാ? 20. U 20. ടൈം ഉണ്ടോ? ടൈം ഇല്ല. സോ നമുക്ക് പല ഇക്വേഷൻ ഉണ്ട്, മൂന്ന് ഇക്വേഷൻ ആണുള്ളത്. നമുക്ക് ആദ്യം ഏത് ഇക്വേഷൻ എടുക്കാം? മോഡൽ പോവാം. V is equal to U plus AT വെച്ച് ചെയ്യാൻ പറ്റുമോ നോക്കാം. V is equal to U plus AT. നമുക്കിത് മൂവിങ് അപ്വേർഡിലേക്ക് മാറ്റാം. ഫൈനൽ വെലോസിറ്റി എത്രയാ? 0. ഇനിഷ്യൽ വെലോസിറ്റി എത്രയാ? 20. A ഇവിടെ എത്രയാ? -G. കാരണം മേളിലേക്ക് പോകുമ്പോൾ ആക്സലറേഷൻ ആക്ട് ചെയ്യുന്നത് എന്താ?
മൈനസ് സി ഓപ്പോസിറ്റാ മോഷന്റെ ഓപ്പോസിറ്റ്. സോ ഇവിടെ നമ്മൾ മൈനസ് ജി ടി കൊടുക്കണം. സോ 20 മൈനസ് ജിയുടെ വാല്യൂ കാണാതെ നമ്മൾ പഠിക്കണം 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. സോ ജിയുടെ വാല്യൂ 9.8 ഇൻറ്റു ടി 9.8 ഇൻറ്റു ടി. ഈ 9.8 ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എത്രയാവും? 9.8 ടി. ഇത് ഫുൾ ഒറ്റ ടൈമാണ്. ആ ടൈം ഫുൾ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എന്താവും? പ്ലസ് 9.8 ടി ഈസ് ഈക്വൽ ടു 20. ടി ഈസ് ഈക്വൽ ടു എത്രയാ? 20 ഡിവൈഡഡ് ബൈ 9.8. അത്രയും സെക്കൻഡ്സ് ആണ് എടുക്കുന്നത്. 20 ബൈ 9.8 സെക്കൻഡ്സ്. 20 by 9.8 seconds. 20 divided by 9.8 seconds. Approximately എത്ര വരും? നമുക്കറിയാം 9.8 10 എടുത്താൽ approximately 10 എടുത്താൽ 20 by 10 എത്രയാ? Approximately 2 സെക്കൻഡ്.